പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ വന്നിട്ട് 2 ആഴ്ചയാകുന്നു. ഞാൻ ശനിയാഴ്ചകളിൽ സാധാരണക്കാരി ഭവനിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നവരെ കാണാറുണ്ട്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടപ്പോൾ ധാരാളം പേർ ക്യൂ നിന്നു. ഒരപ്പനും അമ്മയും മകനെയും കൊണ്ട് വന്നു. അവനിപ്പം 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിത്തമെല്ലാം നിർത്തി ഉഴപ്പി. അവൻ പറയുന്നത് എനിക്ക് ഇതൊന്നും പഠിക്കണ്ട. അവൻ മൂകനായി ചുമ്മാ കിടക്കുകയുള്ളൂ, പുസ്തകം തൊടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു മ്ലാനനായിട്ട് വളരെ വേദനിച്ചാണ് മാതാപിതാക്കൾ കൊണ്ടുവന്നത്. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മാതാപിതാക്കളെ പുറത്ത് വിട്ട് അവനോട് സംസാരിച്ചു. ഞാൻ ഓർത്തു വല്ല കഞ്ചാവ് എടുക്കാൻ തുടങ്ങി കാണും, അല്ല മദ്യവും ചീത്തയായ കൂട്ടുകെട്ടൊക്കെ ആയിരിക്കാം. ഇതൊക്കെയാണ് സാധാരണ. അവനോട് ആത്മാർത്ഥമായി പറഞ്ഞപ്പോൾ പറയാണ്, അച്ഛാ, എന്റെ പ്രതീക്ഷയെല്ലാം പോയി. ഞാൻ ചോദിച്ചു, എന്താ മോനെ? ഞാൻ വചനം കേൾക്കാനും ധ്യാനിക്കാനും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ഞാൻ പല ധ്യാനാശ്രമങ്ങളിൽ പോയി ധ്യാനം കൂടി, ഇടവക ധ്യാനങ്ങൾ കൂടും. ഈയിടെയെല്ലാം ഞാൻ കേൾക്കുന്നത് ഇതാ ലോകം അവസാനിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ഓർത്തു, പിന്നെന്തിനാ പഠിക്കുന്നത്? ഡിഗ്രി എടുത്തിട്ടോ ജോലി എടുക്കേണ്ട ആവശ്യമില്ലോ. ഇതാ വരുന്നു, കർത്താവ് വരുന്നു, ഇതാ ലോകം അവസാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രത്യാശയെല്ലാം പോയി അച്ഛാ. മാത്രമല്ല, ഞാനിത് കേൾക്കാൻ തുടങ്ങി കുറെ നാളായി അച്ഛാ. ഒന്നും ഉണ്ടാകുന്നില്ല. എത്രയോ ദിവസങ്ങൾ ലോകാവസാനാന്ന് പറഞ്ഞ് കാത്തിരുന്നു. മെഴുകുതിരിയും വെള്ളവും കാണാൻ വെള്ളവും ഒക്കെ ആയിട്ട് കാത്തിരുന്നു. ഒന്നും സംഭവിച്ചുമില്ല. ഇപ്പൊ എനിക്ക് വചനം കേൾക്കാനും താല്പര്യമില്ല, പ്രാർത്ഥിക്കാനും താല്പര്യമില്ല. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. അല്പമൊക്കെ സംസാരിച്ച്, കൗൺസിലിംഗ് ഒന്നും അല്ല, ഞാൻ കൗൺസിലിംഗ് ആർക്കും കൊടുക്കാറില്ല. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും 2 കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്ന ഒരു അമ്മച്ചി. ഇതേ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് തരുന്നത്. അതെ, നമുക്കറിയാം, അന്ത്യകാലത്തെപ്പറ്റി ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. ധാരാളം അതിനെപ്പറ്റി പഠനങ്ങളുമുണ്ട്. പിന്നെ അവരും ഇവരും വലിയ അന്ത്യകാല പ്രേക്ഷിതരായിട്ട്, പ്രവാചകന്മാരായിട്ട്, അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഉടൻ തന്നെ ഇതാ ഈശോ വരുന്നു, ഉടൻ തന്നെ ലോകം അവസാനിക്കും. ഇത് കേട്ട് കൊച്ചുകുട്ടികൾ പേടിക്കുകയാണ്, ചെറുപ്പക്കാർ ഭയപ്പെടുകയാണ്, പ്രത്യാശ നഷ്ടപ്പെടുന്നു. പ്രിയ വചന പ്രഘോഷകരെ, വചനം പ്രഘോഷിക്കേണ്ടത് കർത്താവിൽ പ്രത്യാശ നൽകുവാൻ, കർത്താവിലുള്ള സന്തോഷം നൽകുവാൻ, കർത്താവ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ. ഇതെല്ലാം ആയിരിക്കണം വചന പ്രഘോഷത്തിന്റെ ഉദ്ദേശം തന്നെ. ഇവിടെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വിനാശത്തിന്റെ പ്രവചനം ശ്രമിക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഇത് ഒരു ചെറിയ പെന്തക്കോസ്റ്റായിൽ, എല്ലാ പെന്തക്കോസ്റ്റുകാരും ഇല്ല. ഇപ്പോൾ ഇതാ അവസാനിക്കാൻ പോകുന്നു. ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള പരിശ്രമം. അങ്ങനെയുള്ളത് മാനസാന്തരമല്ല. നമുക്കറിയാം, അടുത്ത നാളുകളിൽ കൃത്യം ഇന്ന ദിവസം ലോകാവസാനം, ഇന്ന വർഷം, ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 2025 ഇതെല്ലാം ഇങ്ങനെ പോകുന്നു. എന്റെ ചെറുപ്പം പോലും കേൾക്കുന്നത് ഞാനിത്. ഈയിടെ ഞാൻ 97 വയസ്സുള്ള ഒരു കാരണവരുമായിട്ട് സംസാരിച്ചു പറഞ്ഞ അച്ഛൻ ചെറുപ്പം മുതൽ ഞാൻ കേൾക്കുന്ന ശരിയാണ്. അതുകൊണ്ട് കുട്ടികളുടെ വിശ്വാസം നഷ്ടപ്പെടുക വചനത്തില്. പ്രിയമുള്ളവര്, നിശ്ചയമായിട്ടും ലോകാവസാനമുണ്ട്. അത് ഭൂമിക്ക് ഒരന്ത്യം ഉണ്ട് എന്ന് ഒരുപക്ഷെ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. എന്നാൽ ബൈബിൾ കൂടുതലും ഉദ്ദേശിച്ച് പറയുന്ന യുഗാന്ത്യം, തിന്മയുടെ യുഗം അവസാനിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഒരു അവസാനമായി വരിക. ട്രംപ് പ്രസിഡന്റായി. കണ്ടില്ലേ പുള്ളി പറഞ്ഞത്? ഒരു കുട്ടി ജനിക്കുമ്പോഴേ ആണോ പെണ്ണോ തീരുമാനിച്ചോണമെന്ന്, പിന്നീടല്ല. ഹല്ലേലൂയ. LGBT എന്ന് പറഞ്ഞ ഒരു പരിപാടി വന്നിട്ട് നമുക്കറിയാം ഒരു സെക്സ് വിപ്ലവം അഴിച്ചുവിട്ടത്. അതുപോലെ പറഞ്ഞു, അമേരിക്കയിൽ നീ കല്യാണം, വിവാഹം പുരുഷനും തമ്മിലല്ല, പുരുഷനും സ്ത്രീയും തമ്മിലാണ്. ഹല്ലേലൂയ. പച്ചക്കെ പറഞ്ഞു. നമുക്കറിയാൻ സാധിക്കും മൂല്യങ്ങളിലേക്ക് ഒരു വലിയ തിരിച്ചുവരവ്. അതുപോലെ തന്നെ അദ്ദേഹം നമുക്കറിയാം അബോർഷൻ, ഭ്രൂണഹത്യക്കെതിരെ. അപ്പോ
ഈ തിന്മയുടെ ലോകത്തിന്റെ അവസാനത്തിലേക്ക് പതുക്കെ കടന്നു വരികയാണ്. അദ്ദേഹം ഉച്ചത്തിൽ യേശുനാമം വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ബിസിനസ്സുകാരൻ. ലോകത്തിൽ ആരും അതുപോലെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയും, അപ്പപ്പ പോലും ഇത്ര ശക്തമായിട്ട് യേശുനാമം പ്രഘോഷിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകും. ഇപ്പോൾ വരാൻ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? പല രാഷ്ട്രീയ നേതാക്കളും, പ്രത്യേകിച്ച് ക്രിസ്തീയ രാഷ്ട്രീയ നേതാക്കൾ യേശുനാമം പരസ്യമായി പറയും. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തൊരു മാറ്റം ഉണ്ടാവുകയാണ്. അത് തിന്മയുടെ ലോകത്തിന് ഒരു അവസാനം ഉണ്ടാകുക ഉടനെ തന്നെ. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് ഉദ്ദേശിച്ചതും. ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി, സംതൃപ്തിയുടെ, പ്രത്യാശയുടെ, സ്വാതന്ത്ര്യത്തിന്റെ, ദൈവാനുഗ്രഹത്തിന്റെ എല്ലാമാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. പിന്നെ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഉദാഹരണമായിട്ട് നമുക്കറിയാം പലതരത്തിലുള്ള വസന്തകൾ, പ്ലേഗ്, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഭൂമിയിലെ ചൂട് കൂടുക, കുറയുക. ഈ പ്രതിഭാസങ്ങൾ ഈ ഭൂമിയുള്ള കാലം ആദ്യ മുതലുണ്ട്. ആർക്കും അറിയത്തില്ല. ഇന്നിപ്പോ ഈ മീഡിയ വഴി നമ്മൾ തുമ്മിയാൽ മീഡിയയിൽ വരും. ഹല്ലേലൂയ. പണ്ട് കാലത്ത് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞായിരുന്നു ഇതൊക്കെ അറിയുന്നത്. അതുമാത്രം. അപ്പൊ ഈ ലോകത്തിൽ നടക്കുന്ന ഇന്നത്തെ പ്രതിഭാസങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു എന്നോർക്കണം. നമുക്കറിയാം ചില പ്ലേഗ് വന്ന്, വസന്ത വന്ന് 10,000-കണക്കിന് ആളുകൾ ഈ അടുത്ത നാള് കോവിഡ് കാലത്ത് മരിച്ചതിനേക്കാൾ മരിച്ച സംഖ്യകൾ നമുക്കറിയാം. ഞാനത് കടക്കുന്നില്ല. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള, ഇതൊന്നും കണ്ടുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നു. ഇങ്ങനെ കുറെ ആളുകൾക്ക് കുറെ ദർശനം കിട്ടി, അല്ലെങ്കിൽ പ്രവചനം കിട്ടിയെന്ന് പറഞ്ഞ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് അതൊന്നും കേട്ട് ഭയപ്പെടരുതേ. ഹല്ലേലൂയ. ഇന്ന് ഏറെ പേരിലൊക്കെ കേട്ട് ഉത്കണ്ഠാകുലരാകുന്നു, മാത്രമല്ല ഭയപ്പെടുന്നു, അസ്വസ്ഥരാകുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലെ ഉത്സാഹം നഷ്ടപ്പെടുന്നു, പ്രത്യാശ നഷ്ടപ്പെടുന്നു. പ്രിയ വചന പ്രഘോഷകരെ, ഇത് സംഭവിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അതെ, നമുക്ക് എപ്പോഴും പ്രത്യാശ ഉണ്ടാകണം. ഇവിടെ ഈശോ വരുന്നു. നമുക്കറിയാം, എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തിൽ ഈശോ വരുന്നില്ലേ? അമ്മേ, ആ ഈശോയെ അവന് സ്വീകരിച്ച് ഒന്ന് കണ്ടുമുട്ടിച്ച് അതിന് ഹൃദയം ഒരുക്കൂ. എന്തിനാണ് ഈ അന്ത്യകാലത്തെപ്പറ്റി അഥവാ ലോകാവസാനത്തെപ്പറ്റി ബൈബിളിൽ കർത്താവ് പറഞ്ഞതിന് കാര്യം? കർത്താവ് ഇത് പറഞ്ഞിട്ട് ഇപ്പൊ 2024 വർഷം കഴിഞ്ഞു. ഒന്നും നടന്നില്ല. അപ്പൊ കർത്താവിന്റെ പ്രവചനം പൂർത്തീകരിക്കാത്തതാണോ? കർത്താവ് കള്ളം പറഞ്ഞാണോ? അല്ല. ഈ ഈശോ പറഞ്ഞതിന് ഉദ്ദേശം എന്തായിരുന്നു? ഒരുങ്ങിയിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധിയില്, പരസ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നല്ല ഹൃദയമുള്ളവരായിട്ട് ഒരുങ്ങിയിരിക്കണം എപ്പോഴും. എപ്പം വേണമെങ്കിലും ലോകം അവസാനിക്കാം. ഹല്ലേലൂയ. അവസാനിക്കട്ടെ. അവസാനിച്ചാൽ ഞാൻ ഭയപ്പെടില്ല. കാരണം യേശു എന്റെ കൂടെയുണ്ട്. ഞാൻ യേശുവിലാണ്. ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ എന്നിൽ വരുന്നു. ഞാൻ ഈശോയിലാണ്, ഈശോ എന്നിലാണ്. ഈ ധൈര്യമാണ് ഒരു ക്രിസ്ത്യാനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ലോകം അവസാനിക്കുന്നു. ശരിയാണ്. ഞാൻ മരിക്കുമ്പം ലോകം എനിക്ക് അവസാനിച്ചു. ഹല്ലേലൂയ. അപ്പൊ അതിനും ഒരുങ്ങിയിരിക്കുക. നമുക്കാണ് സാധിക്കും. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഓരോ അന്ത്യകാലത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരുങ്ങിയിരിക്കാൻ. അതുകൊണ്ട് പല വചന പ്രഘോഷവും കേൾക്കുമ്പോൾ മക്കളെ, വചനം കേട്ടോ, അല്ല ഭയപ്പെടുത്തുന്ന ഭാഗം മാറ്റി കർത്താവിൽ ഒരുങ്ങാനായിട്ട് കേട്ടു. ഹല്ലേലൂയ. വിശുദ്ധിയുള്ളവരായി, നന്മയുള്ളവരായി ജീവിക്കുക. അതാ ഇനി ഇതെപ്പോഴും ഈ ലോകാവസാനം എന്ന് പറഞ്ഞത്. ഇവിടെ ചില ആളുകളൊക്കെ, ചില സ്ത്രീകള്, പുരുഷന്മാര്, അവരൊക്കെ വലിയവരായിട്ട്, ഒരു വിഷയം ചിലർക്ക് വിശുദ്ധരായിരുന്നിരിക്കാം, എനിക്കറിയത്തില്ല. അവരൊക്കെ അന്ത്യകാലത്തെപ്പറ്റി പറഞ്ഞു എന്നും പറഞ്ഞ് അവരുടെ വാക്യങ്ങൾ ഉദ്ധരിക്കുക, എന്നിട്ട് പറയുക. ഇവിടെ നമ്മൾ ഓർക്കണം, കർത്താവായ യേശുവിന്റെ വചനം എന്ത് എന്ന്. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 24 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 35 മുതൽ വചനങ്ങളിൽ ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഇന്ന് ചില വചനപ്രഘോഷകരും പ്രവാചകന്മാരും ഒക്കെ ഓർക്കുന്നത് യേശുവിനേക്കാൾ അവർക്ക് അറിവുണ്ട്. ഹല്ലേലൂയ. പിതാവ് ഈ സീക്രട്ടല്ല അവർക്കങ്ങ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക മാതാവ് വഴി. ചിലരൊക്കെ പറഞ്ഞ മാതാവ് പറഞ്ഞെന്നും പറഞ്ഞ പാവം മാതാവ് ഇതൊന്നും അറിയാതെ മാതാവിനെ പഴിയാതി. മാതാവ് അങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മനുഷ്യബുദ്ധിയിൽ നിന്ന് ഉരുവാക്കി പറയുന്നതാണ്. ഇവിടെ വചനത്തെ മുറുകെ പിടിക്കൂ. വചനം കൃത്യമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ വചനം പറഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ച്
ആ രക്ഷയെ പ്രതീക്ഷിച്ച് ഓരോ നിമിഷവും കഴിയേണ്ടവർ ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിനാശത്തിന്റെ പ്രവാചകർ, ദ പ്രോഫറ്റ്സ് ഓഫ് ദ ഡൂം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, അവരെ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. അവരെ പ്രവചനങ്ങളെ പറ്റിയും ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ധൈര്യമായിട്ട് കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോവുക. ആ കർത്താവിന്റെ വചനം, ഞാൻ നിന്നോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. 365 തവണ അത് ബൈബിളിലുണ്ട്. അതായത് ഓരോ ദിവസവും കർത്താവ് പ്രഭാതത്തിൽ നമ്മോട് പറയുക, ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കാം മകനെ, മകളെ, ധൈര്യമായി മുന്നോട്ട് പോകൂ, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അങ്ങനെ ഓരോ ദിവസവും പ്രത്യാശയോടെ, സ്നേഹത്തിൽ, സന്തോഷത്തിൽ യേശുവിനെ നോക്കി നമ്മൾ മുന്നോട്ട് പോകണം. പൗലോസ്ലീഹ പറയുന്ന പോലെ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ കണ്ടുകൊണ്ട്, മുന്നിലുള്ളത് എന്താണ്? നമ്മുടെ ഈശോ. ആ യേശുവിന്റെ ദൈവരാജ്യ അനുഭവം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യാനുഭവം പരിശുദ്ധാത്മാവിന്റെ ജീവിതം, പരിശുദ്ധാത്മാവിൽ സന്തോഷം, നീതിയിൽ സത്യത്തിലുള്ള ജീവിതം നമ്മൾ വായിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ലേഖനം അധ്യായം 14-17 പരിശുദ്ധാത്മാവുള്ള സന്തോഷവും സമാധാനവും നല്ല ജീവിതവുമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതാണ് എപ്പോഴും നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കേണ്ടതും നിത്യമായി അനുഭവിക്കാൻ നോക്കി പാർത്തിരിക്കേണ്ടതും. അല്ലാതെ ഇതൊക്കെ കേട്ടോണ്ട് ഭയപ്പെട്ടുകൊണ്ട് പഠിത്തം നിർത്തുക, അല്ലെ ജോലി നിർത്തുക, അവസാനിക്കാൻ പോവാന്ന് പറഞ്ഞ് എവിടെയും മുറി കയറുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇതൊക്കെ ചില പെന്തോക്കോസ്തുകാര്, ചില സെക്റ്റിൽ ഉള്ളവരൊക്കെ ചെയ്യുന്നതാണ്. അത് നമുക്ക് പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഭയപ്പെടേണ്ട, പ്രത്യാശയുള്ളവരായി കർത്താവിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കർത്താവിന്റെ സ്നേഹത്തിൽ ജീവിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ആ സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കുക. അതാണ് കർത്താവ് പറഞ്ഞ വചനത്തിന്റെ എല്ലാം ഉൾപ്പൊരുൾ. അതുകൊണ്ട് ഭയപ്പെടരുത്. കൂടെയുള്ള കർത്താവിനെ കണ്ടുകൊണ്ട് ഒരു ഉൽക്ക വന്നു, അത് ഭൂമി ഇടിക്കാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ നാസ പറഞ്ഞു കാണും, ഇതൊക്കെ എത്ര തവണ ഉൽക്ക വന്നു പോയെന്നറിയാവൂ. അല്ലെങ്കിൽ ചന്ദ്രന്റെ നിറം മാറുന്നു, ഭൂമിയുടെ നിറം മാറുന്നു, ഇതൊക്കെ മക്കളെ മാറിക്കൊണ്ടിരുന്ന പലപ്പോഴും. അന്ന് ഇത് പറയാനും റിപ്പോർട്ട് ചെയ്യാനും ഒന്നും പറ്റില്ലായിരുന്നു. അന്ന് ഈ ടെക്നോളജി ഒന്നുമില്ല. ഇത് വാർത്തകൾ കൊടുക്കാനുള്ള വാർത്താവിനിമയവും ഇല്ലായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന മക്കളെ, നിങ്ങളെല്ലാം ബുദ്ധിയുള്ളവരാണ്. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമുക്കെല്ലാം അറിയാം, തിന്മയുടെ യുഗം പോകും, തിന്മ നിലനിൽക്കില്ല, നന്മയെ നിലനിൽക്കൂ. ഹല്ലേലൂയ. ഇത് വാസ്തവമാണ്. അപ്പൊ തിരിഞ്ഞും മറിഞ്ഞും തിന്മ വരും. ഒരു കാലത്ത് കമ്മ്യൂണിസം വന്ന് ലോകത്തെ മുഴുവൻ മൂടുന്നു പറഞ്ഞു. എതിരെ പോയി കമ്മ്യൂണിസം. ഹല്ലേലൂയ. ഇപ്പം അത് നമുക്കറിയാം, പല്ലും പോയി, കൊമ്പും ഒടിഞ്ഞ കമ്മ്യൂണിസമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചേറ്റ് പറയുന്ന കമ്മ്യൂണിസമാണ് ഇന്നത്തെ. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഞാനിത് പറയാൻ കാരണം, ചുമ്മാ ഭയപ്പെടരുത്. അതുപോലെ ഇപ്പോ തിന്മ നമുക്കറിയാം, ഈ ഫ്രീ മേസൺസ്, സെക്യുലറിസം, ഒത്തിരി തിന്മയുടെ പഠനങ്ങളും ഒക്കെ ഉണ്ട്. സാത്താൻ ആരാധനകൾ, ഇതൊക്കെ മാറുക. ഇപ്പൊ ട്രംപൊന്ന് സ്ഥാനം ഏറ്റില്ല, എന്നിട്ട് പോലും ഇവിടെ യുദ്ധം നിന്ന് കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരുപക്ഷെ യുദ്ധം ഉണ്ടായേക്കാം, ഒരു ലോകമഹായുദ്ധം ഉണ്ടായേക്കാം. ഇതൊക്കെ പറയുന്ന കേട്ടോ പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഇനി ലോകമഹായുദ്ധം തന്നെ വന്നോളൂ, അയ്യോ ന്യൂക്ലിയറാണ്, എല്ലാരും ചത്തുപോകും, എന്തെല്ലാം പ്രവചനങ്ങളാ. ഹല്ലേലൂയ. അങ്ങനെ പേടിപ്പിച്ചാരെ നന്നാക്കാൻ എന്റെ വചന പ്രഘോഷകരെ പരിശ്രമിക്കരുത്. ഹല്ലേലൂയ. അത് ദൈവഹിതമല്ല. കർത്താവിന്റെ വചനം കൊടുക്കുക. എന്തിന്? കർത്താവിൽ പ്രത്യാശയുള്ളവരായി, ഭക്തിയുള്ളവരായി. ഭക്തിയുള്ളവർ എന്ന് പറഞ്ഞാൽ തിന്മയെ വർജിച്ച് നന്മയിൽ ജീവിക്കുന്നവരായി തീരുവാൻ. അത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ ആ ജാഗരൂകരായിരിക്കുക, ഒരുങ്ങിയിരിക്കുക, എപ്പോഴും ഒരുങ്ങിയിരിക്കണം. നമുക്ക് ലോകാവസാനമുണ്ട് കണ്ണടയ്ക്കുമ്പം. അപ്പോൾ ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ അതുകൊണ്ട് നല്ല കുമ്പസാരമൊക്കെ നടത്തി പുരുഷമായൊക്കെ സ്വീകരിച്ചപ്പോഴും ഇരുന്നാൽ നല്ല കാര്യം. അല്ലെ, പ്രത്യേകിച്ച് രോഗികളായി കഴിയുമ്പോൾ ഒരു രോഗീലേപനം മേടിക്കുന്നത് നല്ലതാണ്. രോഗശാന്തിക്കും കൊള്ളാം. അതുപോലെ തന്നെ അഥവാ കണ്ണടച്ച് നിത്യമായി പോകാനാണെങ്കിൽ ശുദ്ധമായ ഹൃദയത്തോടെ മോക്ഷത്തിൽ പോകാം. ഹല്ലേലൂയ. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രായമാളുകളൊക്കെ സൂക്കേടാകുമ്പം അല്ലെങ്കിൽ രോഗികളായി കിടക്കുമ്പം ഒരച്ഛനെ വിളിച്ച് രോഗീലേപനം വാങ്ങിക്കൂ. ഹല്ലേലൂയ. അത് അന്ത്യകുരാശയല്ല, അതൊക്കെ പണ്ടാ പറഞ്ഞിരുന്നത്. ഹല്ലേലൂയ. രോഗീലേപനം നമുക്ക് മനസ്സിന്റെ രോഗം മാറാൻ, ശരീരത്തിന്റെ രോഗം മാറാൻ കർത്താവിന്റെ അഭിഷേകമാണ്. ഇനി അതുവഴിയായി ഒരുങ്ങാൻ. നമ്മളെപ്പം മരിക്കും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ മക്കളെ. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നു, ആർക്കറിയാം?
നമുക്ക് ഒരു ദീപബലി പറയല്ലേ, ഇനി ഞാൻ നാളെ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാന്ന്. സത്യമാണ്. ഹല്ലേലൂയ. ആരുണ്ട് നാളത്തേയിൽ സുരക്ഷിതത്വമുള്ളവർ? ആരുമില്ല. ഈ നിമിഷം മാത്രം, ഈ ദിവസം മാത്രം എനിക്ക്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈശോയെ സ്നേഹിക്കും. ഇന്ന് ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. ഇന്ന് ആരോടും പണക്കം വയ്ക്കില്ല. ഇന്ന് എല്ലാവരുടെ കൂടെ ഞാൻ സ്നേഹത്തിൽ നന്മ ചെയ്ത് നടക്കും. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ പള്ളിയിൽ പോയി കുർബാനയെ സംബന്ധിച്ച് എന്റെ ഈശോയെ ഞാൻ സ്വീകരിക്കും. ഈശോ എന്നിലേക്ക് വരുന്നു, ഞാൻ ഈശോയിലേക്കും പോകും. ഞങ്ങൾ ഒന്നായി തീരും. അങ്ങനെയുള്ള ഇന്ന് എന്ന തീരുമാനം. അതുകൊണ്ട് 5 വർഷത്തേനോ 10 വർഷത്തേനുള്ള പ്രോഗ്രാം ഒന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതൊക്കെ ഗവൺമെന്റ് കാര്യം അവർ ചെയ്തോട്ടെ. അത് പഞ്ചവത്സര പദ്ധതിയും അല്ലെങ്കിൽ 50 വർഷ പദ്ധതിയൊക്കെ. നമുക്ക് ഓരോ ദിവസവും ജാഗരൂകരായി വിശുദ്ധിയിൽ നന്മയിൽ ജീവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചിന്താശകലം പറയാൻ തോന്നിച്ചത് ഈ ചെറുപ്പക്കാരെ 3 പേരെ കണ്ടതുകൊണ്ടാണ്. അവരെന്നോട് പറഞ്ഞ ആശങ്ക, അവരുടെ ഉത്കണ്ഠ, ഭയം, അതിന്റെ ഫലമായിട്ട് നിരുത്സാഹത. ദൈവത്തിന്റെ കൃപയിൽ അവരേതായാലും കഞ്ചാവ് അടിക്കാനോ ഒന്നും പോയില്ല. അങ്ങനെ പോകുന്നവരും കാണും. എന്താ ഇനി ജീവിച്ചിട്ട് കാര്യം? അങ്ങ് സൂക്ഷിച്ചേക്കാം, ഏതും ചാവും, ലോകം അവസാനിക്കാൻ പോവാ, കർത്താവ് വരികയാണ്, ഞാൻ അതിന് ഒരുങ്ങിയിട്ട് നിന്റെ ഹൃദയമൊന്നും നല്ലതല്ല, അങ്ങനെയൊക്കെ നിരാശപ്പെട്ട് ചെറുപ്പക്കാർ തിരിയുന്നു. ഇത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വചനം കൊടുക്കുന്നത് എല്ലാവർക്കും രക്ഷ നൽകുവാൻ. അവിടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തുള്ള വീഡിയോകൾ കേൾക്കാതിരിക്കുക. ഹല്ലേലൂയ. എന്റേലും അങ്ങനെയാണ്, എന്റെ കേൾക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളെ നന്നായി വളർത്താൻ പറയുന്നു. ചിലതൊക്കെ എന്റെ മാനുഷികമായ ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അതൊന്നും നിങ്ങൾ കേൾക്കണ്ട. ഹല്ലേലൂയ. ഒത്തിരി വചനപ്രഘോഷകരും അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന പ്രവചനങ്ങൾക്ക് അവരുടെ ബുദ്ധിയിൽ നിന്നുള്ളത്, അത് നിങ്ങൾ വിവേചിച്ചറിയണം. കർത്താവിന്റെ വചനം ഇതാ നമ്മുടെ കരങ്ങളിലുണ്ട്, ബൈബിൾ. ഹല്ലേലൂയ. അതുമായിട്ട് നോക്കിയിട്ട് അതിനപ്പുറത്തോ കൂടുതലോ കൂട്ടിയും കുറച്ചും പറയുന്ന ഒന്നും നിങ്ങൾ സ്വീകരിക്കാൻ പോകണ്ട. കർത്താവിന്റെ വചനം ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം ശാന്തമായി കണ്ണടച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരാശീർവാദം തരാം. കാരണവാൻ നല്ലവനുമായ ഈശോയെ, ഞാൻ ഈ മക്കളോട് സംസാരിക്കുകയായിരുന്നു. നേരെ ഭയം കടന്നുകൂടിയിരിക്കുന്നു. ലോകാവസാനത്തെപ്പറ്റിയും കർത്താവിന്റെ വരവിനെപ്പറ്റിയും ശക്തമായ ചില വചനപ്രഘോഷകർ പറഞ്ഞ് പല കുട്ടികളുടെയും മനസ്സ് തളർന്നിരിക്കുന്നു. കുട്ടികളുടെ മാത്രമല്ല, പ്രായമുള്ളവരുടെ പോലും. അതെ, ഒരു മദ്യപാനി പറഞ്ഞ പോലെ, ഏതായാലും ഞാൻ മദ്യപാനി എന്തിനാ നിർത്തുന്നത്? ഞാൻ കരിശ്വാനി ധ്യാനം കൂടി, കോട്ടയപ്പോയി കൂടി, പല കൺവെൻഷൻ കൂടി, എന്തിനാ നിർത്തുന്നത്? ആവശ്യം ഇനി അതും മാത്രം ഒന്നുമില്ല. ലോകം ഉടനെ അവസാനിക്കും, ന്യൂക്ലിയർ ബോംബ് വീഴും, അതുവരെ അങ്ങ് കുടിക്കുക. അത് ഇങ്ങനെ അലസരായിത്തീർന്നവരെ കാണാൻ സാധിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ തന്നെ നിരാശ വന്ന്, അസ്വസ്ഥത വന്ന്, നഷ്ടബോധം വന്നൊക്കെ പോകുന്നു. ഈശോനാഥ, ഈ നിമിഷം ഇവരെ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ. അങ്ങ് പ്രത്യാശയുടെ ദൈവമാണ്. അങ്ങയുടെ തിരുവചനം പ്രത്യാശയുടെ വചനമാണ്. കർത്താവ്, ക്രിസ്തീയ ജീവിതം എപ്പോഴും പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിന്റെയും എല്ലാമാണ്. ഇത് ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിനാശത്തിന്റെ പ്രവചനങ്ങൾ അഥവാ വിനാശത്തിന്റെ പ്രവചനം പറയുന്നത് ഒന്നും കേൾക്കാതിരിക്കാൻ കർത്താവിന്റെ ചെവികളെ ശുദ്ധീകരിക്കണമേ. ഇതൊക്കെ തിരഞ്ഞെടുത്ത് ബൈബിളുമായി പരിശോധിച്ച് നല്ലതിനെ മുറുകെ പിടിക്കാനും അത് തിന്മയായിട്ടുള്ളതിനെ ദൂരെ എറിയാനുള്ള നല്ല മനസ്സ് മക്കൾക്ക് കൊടുക്കണമേ. എന്റെ കർത്താവേ, ഇപ്പോൾ എന്നെ ശ്രമിക്കുന്നവർ ഓരോരുത്തരെയും ഞാൻ അങ്ങേ തിരുമാറുടത്തിൽ മാതാവിന്റെ വിമല ഹൃദയത്തോടെ അർപ്പിച്ച് ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.